welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു ആൻഡ് നമുക്ക് ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം എന്താ പറയുക, എൻ നമ്പർ ഓഫ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കീമിനുള്ളത്. അതിലൊരു പരിധി വരെ എല്ലാ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തതുമാണ്. ആൻഡ് ഇന്നത്തെ ഈ സെഷനിലെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളൊന്ന് നോക്കുക. ഇത്രയും ദിവസത്തെ നിങ്ങളെടുത്ത എഫേർട്ട് ഇന്നൊരു ദിവസം കൂടെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് നാളെ പോവുക. ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു മിന്നൽ എഫക്റ്റ് നിങ്ങൾക്ക് നാളെ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ബെസ്റ്റ് പറയുവാണ്. Then നമ്മൾ നേരെ പോവാണ്. ഫസ്റ്റ് തിങ്, the radioactive nucleus 7n13 decays to carbon 613 through the emission of. So നമുക്കറിയാം it is positron ആണ്. ആൻഡ് നമ്മൾ വരുന്നത് സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നൈട്രജൻ കാർബൺ ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. സോ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ് നമ്പറിൽ ചേഞ്ച് വരുന്നില്ല, ചേഞ്ച് വരുന്നത് നമ്മുടെ അറ്റോമിക് നമ്പറിൽ മാത്രമാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പോസിട്രോൺ. Okay, then next one, a particle moving in one dimension with a constant acceleration of 2 meter per second square. അപ്പം constant acceleration അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, that is 2 meter per second square, is observed to cover a distance of 5 meter during a particular interval of 1 second. The distance covered by particle in the next 1 second interval ഈസ്. നമുക്ക് ആൻസർ വേണ്ടത് മീറ്ററിലാണ്. സോ ബേസിക്കലി നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വാല്യൂ തന്നിട്ടുണ്ട്? യുവിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ബട്ട് ടി 1 ആണെന്ന് അറിയാം. ദെൻ ഹാഫ് ഇൻറ്റു ദിസ് വിൽ ബി എസ് 1. ഓക്കെ, ഫസ്റ്റ് എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 ഇൻറ്റു 1 സ്ക്വയർ, ദാറ്റ് ഇസ് അഗെയിൻ 1. സോ നമുക്കിവിടെ കിട്ടും യു പ്ലസ് 2 ക്യാൻസൽ ആയിപ്പോയി, യു പ്ലസ് 1 കിട്ടും. ആൻഡ് എസ് 1 ഇസ് ഗിവൺ ആസ് 5 മീറ്റർ. ഫസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുള്ളത് 5 മീറ്റർ ആണ്. സോ നമുക്ക് കിട്ടുവാണ് യു വിച്ച് ഇസ് ഈക്വൽ ടു 5 മൈനസ് 1, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുവാണ്. എസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അഗെയിൻ. സോ ഇവിടെ നമ്മൾ എസ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. യു നമുക്കറിയാം, ദാറ്റ് ഇസ് 4. ആൻഡ് ടി നമുക്ക് തന്നിട്ടുണ്ട് നെക്സ്റ്റ് 1 സെക്കൻഡ് എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വരുന്നത് 2 ആയിരിക്കും, പ്ലസ് ഹാഫ് ഇൻറ്റു എഗെയിൻ 2 ഇൻറ്റു ടി സ്ക്വയർ, ദാറ്റ് ഇസ് 4 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ അങ്ങനെ നമ്മൾ ചെയ്തു നോക്കുമ്പം നമുക്ക് ഫൈനൽ ആൻസർ, അതായത് എസ് 2 എന്ന് പറയുന്നത് 7 എന്നാണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. എസ് 1 നമുക്കറിയാം, എസ് 2 നമുക്കറിയാം, എസ് 2 നമുക്ക് അറിയത്തില്ല. എസ് 2വിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യു കണ്ടുപിടിക്കണം. യു കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് 7 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി എസ് 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. A radioactive sample consists of 2 distinct species having equal number of atoms initially. The mean life of one species is T and that of the other is 5T. The decay products in both cases are stable. A plot is made of the total number of radioactive nuclei as a function of time. Okay, so നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയയും അതുപോലെ തന്നെ ടൈമുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗർ ബെസ്റ്റ് റെപ്രസെന്റ് ദ ഫോം ഓഫ് ദി പ്ലോട്ട്? സോ നമുക്കറിയാം ഓപ്ഷൻ ഡി ആയിരിക്കും. കാരണം എന്താണ്? നമ്മുടെ ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് എൻ വിച്ച് ഇസ് ഈക്വൽ ടു n0 e റേസ് ടു മൈനസ് ലാംഡ ടി ആണ്. ദാറ്റ് മീൻസ് ഇത് എങ്ങനെയാണ് വരുന്നത്? നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ വിൽ ഡിക്രീസ് exponentially, okay, with the time. Thus when both the species take together, the total number of nuclei will also decreases exponentially with time. So ഇവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആരെയാണ്? ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി എന്നുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 lenses each of power has p which is equal to +5, okay, are taken diopters.
what distance should be kept between them so that their resultant power obtained is negative. So ഇവിടെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം റേ ഓപ്റ്റിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു രണ്ട് ലെൻസസ് നമ്മളൊരു ഡി പറയുന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന എഫക്റ്റീവ് പവർ എന്ന് പറയുന്നത് P1 പ്ലസ് P2 മൈനസ് 2 P1 മൈനസ് D P1 P2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ P1 പ്ലസ് P2 അതായത് 10 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 25D. ഓക്കെ, 25D എന്ന് വരണം. ഓക്കെ, യെസ്, 10 ലെസ് ദാൻ 25D എന്ന് നമുക്ക് വരണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡി എന്ന് പറയുന്നത് 10/25 ആയിരിക്കണം ഡി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഡയോപ്റ്ററിലാണ്. അപ്പോൾ നമ്മൾ 100 ആക്കുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ മോർ ദാൻ 40 സെൻറ്റിമീറ്റർ എന്നുള്ളത് വരും. ഡയോപ്റ്ററിനെ നമ്മൾ എന്താ പറയുന്നത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സെൻറ്റിമീറ്റർ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും കഴിഞ്ഞേക്കുവാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ദ മീൻ ഫ്രീ പാത്ത് ഓഫ് conduction electron in copper is about 4 into 10 to the power minus 8 meter ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് find the electric field which can give an average 2 electron volt energy to a conduction electron in the block of copper. So we know EV0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 2EV എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? V0യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, V0ന്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ E will be equal to 2 divided by 4 into 10 to the power minus 8 ആയിരിക്കും. സോ നമുക്ക് റിസൾട്ട് കിട്ടും 5 into 10 to the power 7 volt per meter എന്ന് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ. When both source and listener move in the same direction with a velocity equal to half the velocity of sound, the change in frequency of the sound as detected by the listener is. So ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് F dash which is equal to V plus Vs divided by V plus Vo into F. Okay, so ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Vo and Vs. Okay, V plus Vo divided by V plus Vs into F എന്നാണ്. സോ ഇവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം Vo എന്ന് പറയുന്നത് Vs ആണ്. ഓക്കെ, when both the source and listener move in the same direction with the same velocity തന്നിട്ടുണ്ട്. ആൻഡ് ഈക്വൽ ടു ദ ഹാഫ് ഓഫ് ദി വെലോസിറ്റി ഓഫ് സൗണ്ട് എന്നും തന്നിട്ടുണ്ട്. സൗണ്ടിന്റെ വെലോസിറ്റിയുടെ ഹാഫ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും F ഡാഷ് എന്ന് പറയുന്നത് Fന് ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഹെൻസ് ദ ആൻസർ 0 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which statement is false? The RMS velocity of the gas molecules is proportional to its absolute temperature. So അത് തന്നെ false ആണ്. എന്താ പറയുന്നത് റൂട്ട് ടി ആണ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് RMS വെലോസിറ്റിക്ക് പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. ഹെൻസ് ഓപ്ഷൻ എ. A man falls vertically under gravity with a box of mass m on his head. Then the reaction force between his head and the box is. So ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ മാൻ ഉണ്ട്, ബോക്സ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ മാനിനെ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാൻ്റെ വെയിറ്റ് താഴത്തോട്ട് ആക്ട് ചെയ്യും, ദാറ്റ് ഇസ് mg. ആൻഡ് അഫ്കോഴ്സ് നമ്മുടെ ബോക്സ് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഫോഴ്സ് ഹെഡിലോട്ട് ഉണ്ടായിരിക്കും. സെയിം നമ്മൾ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ വെയിറ്റ് താഴത്തോട്ട് ആക്ട് ചെയ്യും, ദാറ്റ് ഇസ് mg. ആൻഡ് ഒരു റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്? യെസ്, രണ്ടും ഫ്രീലി ഫോളിങ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആകും. ആൻഡ് ഹെൻസ് നമുക്ക് കിട്ടും റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഹെഡ് ആൻഡ് ബോക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. In the forward bias on PN junction is increased from 0 to 0.05. Okay, then no current in the circuit flows. ഓക്കെ, അവിടെ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ദ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ഓഫ് ജംഗ്ഷൻ പ്ലെയിനേഴ്സ്
സിമ്പിൾ അല്ലേ? ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.05 വോൾട്ട് ആയിരിക്കും. when no current flows at the junction plane, then contact potential of the junction plane is equal to the forward voltage applied, and which is equal to 0.05 volt. Ini next one. An electron is moving along positive x-axis. A uniform electric field exists towards negative y-axis. What should be the direction of magnetic field of suitable magnitude so that net force on electron is 0? So, നമുക്കറിയാം ഇവിടെ വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ QE which is equal to, we can write it as Q into V cross B. Okay, Q cancel ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും E which is equal to V cross B എന്ന് കിട്ടും. സോ ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഡയറക്ഷൻ എന്ന് പറയുന്നത് -z ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വൺ. If two conducting spheres are separately charged and then both in contact together. Okay, so first statement നോക്കാം. നമുക്ക് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കാം. The total energy of the two spheres is not conserved. Wrong ആണ്. അതെന്താണ്? Conserved ആണ്. Second statement, the total charge on the two spheres is conserved. Yes, രണ്ടും നമ്മൾ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഓപ്ഷൻസ് ത്രൂ പോയിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ നിർത്തിക്കോ. അതിനിപ്പം രണ്ട് ഓപ്ഷൻസ് മേ ബി കീമിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ്ലി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് വരുന്നതൊക്കെ. സോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിയോളൂ, ബാക്കി നിങ്ങൾ നോക്കിയിട്ട് സമയം കളയേണ്ടതില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. A liquid is flowing in a horizontal uniform capillary tube under a constant pressure difference P. Okay, then the value of pressure for which the rate of flow of the liquid is doubled when the radius and length both are doubled. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം റേറ്റ് ഓഫ് ഫ്ലോ. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു V/T ആണ് അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പൈ PR⁴ ഡിവൈഡഡ് ബൈ 8 eta L എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു, ദാറ്റ് ഇസ് 2Q ആയി. ആൻഡ് നെക്സ്റ്റ് റേഡിയസും ലെങ്ത്തും ഡബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈ P' നമുക്ക് കൊടുക്കാം. ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2R⁴ ഡിവൈഡഡ് ബൈ 8 eta 2L എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയായിരിക്കും നമുക്ക് മോഡിഫൈ ചെയ്ത് വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ Q/2Q കണ്ടുപിടിക്കുവാണ്. Q/2Q which is equal to പൈ PR⁴, okay, small letter or capital R⁴, divided by 8 eta L divided by pi P' 2R⁴ divided by 8 eta into 12. So ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P' എന്ന് പറയുന്നത് ഓക്കെ P/P' എന്ന് നമുക്ക് P/8P' എന്ന് വരും. ഓക്കെ, ഈ Q/2Q which is equal to P divided by 8P എന്ന് നമുക്ക് കിട്ടുവാണ്. The period of satellite in a circular orbit of radius r is t. Okay, what is the period of another satellite in a circular orbit of radius 4r എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് റിലേഷൻ അറിയാലോ. യെസ്, T1/T2 which is equal to R1/R2 all raised to 3/2. ഓക്കെ, സോ അങ്ങനെ ആ റിലേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും 8T1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ the light reflected by a plane mirror may form a real image. Okay, may form a real image ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. If the rays incident on the mirror are diverging, wrong. If the rays incident on the mirror are converging, okay, converging ആണെങ്കിലാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത പ്ലെയിൻ മിററിൽ നമുക്ക് റിയൽ ഇമേജ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഇനി നെക്സ്റ്റ്, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ബ്രിഡ്ജ് 122.5 meter height. ഓക്കെ, സോ നമുക്കിവിടെ എസ് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 122.5 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആഫ്റ്റർ ദ ഫസ്റ്റ് ബോൾ ഹാസ് ഫോളൻ ഫ്രം 2 seconds, ഓക്കെ, ഫ്രം 2 seconds
a second ball is thrown straight down after it. What must be the initial velocity of the second ball so that both the balls hit the surface of water at the same time? So ഇവിടെ നമുക്ക് എഴുതാലോ ut plus half at square എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാഫ് ഇൻറ്റു എ എത്രയാണ് വരുന്നത്? എ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് g ആണ് അല്ലേ, അതായത് നമുക്ക് 10 എന്ന് എടുക്കാം. ഓക്കെ, 10 നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ ടി ആണ്. സോ നമ്മളിവിടെ ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ആൻഡ് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടീൻ്റെ വാല്യൂ എത്ര കിട്ടും? ടീൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 5 seconds എന്ന് നമുക്ക് ടീൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി, കാരണം നമ്മൾ 10 എടുത്തിരിക്കുന്നത് 9.8 പകരം. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടും 5 seconds എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡ് ബോളിന് ഇനി എത്ര സമയം എടുത്തു എന്നാണ് പറയുന്നത്. സോ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഫസ്റ്റ് ബോൾ ഹാസ് ഫോളൻ ഫോർ 2 seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബോളിൻ്റെ നമുക്ക് എങ്ങനെ പറയാം? 5 - 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 seconds എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എഗെയിൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 122.5 ഹൈറ്റ് സെയിം തന്നെയാണല്ലോ. ഇനീഷ്യൽ ഇൻറ്റു ടീൻ്റെ വാല്യൂ നമുക്കറിയാം. ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 3 ആണ്. ദെൻ പ്ലസ് ഹാഫ് GT സ്ക്വയർ. ഓക്കെ അല്ലേ? സോ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ നമുക്ക് ഏകദേശം കിട്ടും 26 m/s എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 26 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At sunrise or sunset, the sun looks more red than at midday because of, we know, scattering of light ആണ് അതിന് റീസൺ ആയിട്ടുള്ളത്. In a PN junction photocell, the value of photoelectromotive force produced by monochromatic light is proportional to നമ്മൾ നോക്കണമെങ്കിൽ വോൾട്ടേജ് അല്ല, ബാരിയർ ഇതൊന്നും അല്ല, ഇൻറ്റൻസിറ്റി ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ ദി സെൽ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. A simple microscope has a focal length of 5 cm. The magnification at the least distance of distinct vision എന്ന് പറയുന്നത് 1 + d/f ആണ് വരിക. So which is equal to 1 + 25/5. So final answer നമുക്ക് കിട്ടും that is equal to 6 എന്ന് നമുക്ക് final answer കിട്ടും. Okay? Yes. ഇനി ആംപിയർ അവർ is the unit of സിമ്പിൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെയാണ് ആംപിയർ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, ആംപിയർ അവർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്കറിയാം കറണ്ട് I which is equal to Q/T ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർജ് എന്ന് പറയുമ്പോൾ I × T അല്ലേ. സോ കറണ്ടിൻ്റെ ആംപിയർ എടുക്കാം, ടൈമിന് നമുക്ക് അവർ എടുക്കാം. സോ ആംപിയർ അവർ. The contribution to the total current in a semiconductor due to electrons and holes are 0.75 and 0.25 respectively. The drift velocity of the electrons is 3/2 times that of the holes. Okay, drift velocity of electrons ആണ് പറയുന്നത്. Okay, അതെന്ന് പറയുന്നത് 3/2 of drift velocity of holes ആണ്. Then the ratio between the electron concentration and the hole concentration. Okay, so നമ്മൾ NE/NH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം JE which is equal to NE/QE/VE ആണ് and JH which is equal to NH/QVH ആണ്. ആൻഡ് നമ്മളിതിൻ്റെ റേഷ്യോ എടുക്കുവാണ്. റേഷ്യോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും NE/NH × VE/VH എന്ന് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ കൊടുക്കുവാണ്. 0.75 നമ്മൾ 3/4 കൊടുത്തത് ആൻഡ് 0.25 നമ്മൾ 1/4 കൊടുത്തു. ആൻഡ് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് 6/5 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഹെൻസ് ഓപ്ഷൻ C ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ 200 ohm and 500 ohm. If the voltage gain of the amplifier is 50, then the power gain. സോ ഇവിടെ നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ബീറ്റ കണ്ടുപിടിക്കുന്നു. സോ ബീറ്റേൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ പവർ ഗെയിൻ ആണ്. പവർ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25 × 50 ദാറ്റ് ഈസ് 1250. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ. The energy gap is much more in silicon than germanium because of it has less number of electrons, it has atomic number, its crystal has much stronger bonds called ionic bonds, its valence electron are more tightly bound to their parent nuclei, its valence electrons are more loosely, it is because of tightly bound. Because നമുക്കറിയാം സിലിക്കൺ എന്ന് പറയുമ്പം ഇതിനെക്കാട്ടിലും സൈസ് കുറവാണ്, അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അതുകൊണ്ടാണ് വാലൻസ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് കുറച്ചുകൂടെ ടൈറ്റ്ലി ബൗണ്ട് ആണ്. ദാറ്റ് ഈസ് ദ റീസൺ. ഇനി നെക്സ്റ്റ് വൺ.
In p-type semiconductor, holes are minority carriers. The vacancy of electrons in a hole with a negative charge, the impurity element added is donor type. For every pentavalent impurity atom added, an extra hole is created. The electron will move from one hole to another hole, constituting a flow of current. So the answer is option E ആണ് ആൻസർ വരുന്നത്. സോ p-type semiconductorനെ വെച്ച് നോക്കുമ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് E എന്ന് പറയുന്നത്. A light emitting diode is a first one NPN type alla PNP, then again PNP with reverse forward, PNP semiconductor with reverse, PN semiconductor with forward biased ആണ് ഒരു LED diode എന്ന് പറയുന്നത് അല്ലെങ്കിൽ light emitting diode എന്ന് പറയുന്നത്. In a context of PN junction, select the correct statement from the following. The barrier potential remains constant under forward bias. അല്ല നമുക്കറിയാലോ ഇതിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും റെഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ ഡോപ്പിംഗ് വരുമ്പം barrier potential remains constant under forward biased. Under forward biased barrier potential reduce ചെയ്യും. The width of depletion region depends on the doping level in the P type and N type region. So നമ്മൾ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ആൻസർ കാരണം വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അതായത് P ടൈപ്പിലും N ടൈപ്പിലും നമ്മൾ ചെയ്യുന്ന ഡോപ്പിംഗ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻഡ് ബാരിയർ പൊട്ടൻഷ്യൽ ഇതിൻ്റെ ഇതിൽ എന്താ പറയുന്നത് കുറയുവാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് wrong ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് വരുന്നത്. ഇഫ് കോപ്പർ ആൻഡ് സിലിക്കൺ പീസസ് ആർ ഹീറ്റഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ഓക്കെ സോ നമുക്കറിയാം കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം കോപ്പറിന് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലേ അതുപോലെ തന്നെ നമ്മൾ അടുത്തത് സിലിക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ഈച്ച് വിൽ ഇൻക്രീസ് അല്ല ഈച്ച് വിൽ ഡിക്രീസ് അല്ല കോപ്പർ വിൽ ഇൻക്രീസ് ആൻഡ് സിലിക്കൺ വിൽ ഡിക്രീസ് കാരണം നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കോപ്പറിന്റെ പോസിറ്റീവ് ആണ് മറ്റേ നെഗറ്റീവ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ കോപ്പറിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി ആൻസർ. A transistor amplifier along with the tank circuit with positive feedback will act as a okay എന്തായിരിക്കും it is simply we can write it as an oscillator നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിക്കുന്നതാണ്. സോ യെസ് ഇനി നെക്സ്റ്റ് വൺ in the given circuit P and Q from the output Y നമുക്ക് ഇതാണ് വേണ്ടത് ഔട്ട്പുട്ട് ആണ് വേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നോട്ട് ഗേറ്റ് ആണ് അല്ലേ നോട്ട് ഗേറ്റ് ആണ്. സോ ഇവിടെ നിന്ന് വരുന്നത് P ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് ആരായിരിക്കും P ബാർ ആയിരിക്കും അല്ലേ. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ ദിസ് ഇസ് എൻ ഓർ ഗേറ്റ് അപ്പം ഇവിടെ നിന്ന് Q ഡയറക്ട്ലി വരുന്നുണ്ട് ഇവിടെ നിന്ന് P ബാറും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്നത് എന്തായിരിക്കും ഇതിലൂടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇറ്റ് വിൽ ബി P ബാർ പ്ലസ് Q ആയിരിക്കും. ഓക്കെ എഗെയിൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ Q ഡയറക്റ്റ് വരുവാണ് ആൻഡ് ഇവിടെ P ഡയറക്റ്റ് വരുവാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത് P പ്ലസ് Q ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റ് ആണ് അല്ലേ ആൻഡ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ Y വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം P ബാർ പ്ലസ് Q ഇൻറ്റു P പ്ലസ് Q ഓക്കെ അല്ലേ. സോ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് P ബാർ P പ്ലസ് P ബാർ Q പ്ലസ് Q പ്ലസ് Q P ഓക്കെ ഇനി നമുക്കറിയാം ക്യൂവും ക്യൂവും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ റിസൾട്ട് വരുന്നത് അതായത് നമ്മൾ 0 കൊടുക്കുവാണെങ്കിൽ 0 ആയിരിക്കും 1 കൊടുക്കുവാണെങ്കിൽ 1 ആയിരിക്കും വരുന്നത് അങ്ങനെയല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ കൊടുക്കാം Q എന്ന് മാത്രമായിട്ട് കൊടുക്കാം. ഇനി P ബാർ P നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലോ P ബാർ P എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 0 നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് P ബാർ P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു A ബാർ A എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് Q നമ്മൾ ഇനി ഈ ഇതിൽ നമ്മൾ Qവിനെ പുറത്തെടുക്കുവാണ്. സോ Qവിനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ P ബാർ പ്ലസ് P എന്ന് വരും ഓക്കെ അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ P ബാർ പ്ലസ് Q ഇൻറ്റു P ബാർ പ്ലസ് Pയും പ്ലസ് Q ആണ് വരുന്നത് ആൻഡ് Q ഇൻറ്റു P പ്ലസ് P ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ എഴുതാൻ പറ്റും അതിനെ നമുക്ക് റിസൾട്ടായിട്ട് Q എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് Q പ്ലസ് Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും Q തന്നെയായിരിക്കും ആൻസർ വരുന്നത്. സോ Y is equal to Q ആയിരിക്കും. In the amplitude modulation mode of transmission, the normal speed signal is with a maximum frequency of 5 kilohertz. If the carrier frequency is 200 kilohertz,
Okay, modulated signal will have the frequency varying in between. ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് എഫ് മാക്സിമ കണ്ടുപിടിക്കുന്നു ആൻഡ് എഫ് മിനിമ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ വാല്യൂസ് വെച്ച് കമ്പയർ ചെയ്യുക. സോ നമുക്കറിയാം എഫ് മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഫ് എം പ്ലസ് എഫ് സി ആയിരിക്കും ആൻഡ് ഇത് മൈനസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ വരുന്നത് എത്രയാണ് വരുന്നത് 205 ആണ്. സോ നമുക്ക് കിട്ടും 105 കിലോ ഹെർട്സ് ടു 205 കിലോ ഹെർട്സ് ആണ് ആ റേഞ്ച് വരുന്നത്. ഇനി the maximum line of sight distance dm between the transmitting antenna of height hr and receiving antenna of height hr is loss communication is. സോ ഇവിടെ ആൻസർ ഡയറക്റ്റ്ലി നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന ഇക്വേഷനും കൂടിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 plus √2 So then next one is, assume that the radio station is about 200 kilometers away at your location and the station operates 972 kilohertz. Okay, 972 kilohertz aanu. How long does it take for an electromagnetic signal to travel from the station to you and how many wave crest does it send out per second ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്കറിയാം T which is equal to S by Z എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് എസ് തന്നിട്ടുണ്ട്. എസിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് 200 കിലോമീറ്റേഴ്സ് ആണ്. സോ 200 ഇൻറ്റു 10 ടു ദ പവർ 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 ടു ദ പവർ 8 വരും. സോ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടും 666 മൈക്രോ സെക്കൻഡ് ആണ് നമുക്ക് എന്താ പറയുന്നത് ടൈം ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളത് ചോദിച്ചിരിക്കുന്നത് എത്ര ക്രസ്റ്റ് വരുന്നതാണ്. അവിടെ നമുക്ക് അറിയാം ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് ക്രസ്റ്റ് ദാറ്റ് പാസസ് എ ഗിവൺ പോയിന്റ് വിത്ത് 1 സെക്കൻഡ്. സോ ഇത് നമ്മൾ രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. In the next one, a monochromatic source of wavelength 600 nanometer was used in Young's double slit experiment to produce interference pattern. I1 is the intensity of light at a point on the screen where the path difference, one second, okay, where the path difference is 150 nanometer. The intensity of light at a point where the path difference is 200 nanometer is given by. Okay, so ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇത് നിങ്ങൾ തനിയെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നമുക്ക് എല്ലാം അറിയാം. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് വൈകിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേനും ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സമയത്ത് ചെയ്യുക. ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ടെലഗ്രാമിൽ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം അതൊക്കെ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പ്ലസ് എന്താ പറയുന്നത്, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നാളെ നിങ്ങൾ എക്സാമിന് പോകുമ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഒരുപാട് ഈ ടെൻഷൻ അടിക്കുന്നതൊന്നും ആവശ്യം ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. വളരെയധികം എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനിയുള്ള ഒരു കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ക്രൂഷ്യലാണ്. റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ചിന്തിക്കാതെ മാക്സിമം പഠിക്കുക. പക്ഷേ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് കുറേ കാര്യങ്ങൾ തലയിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുമ്പം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റേജസ് അറിയാം. ഫിസിക്സ് 72 ക്വസ്റ്റ്യൻസ് ആണ്, കെമിസ്ട്രി 48 ക്വസ്റ്റ്യൻസ് ആണ്, ആൻഡ് മാത്സ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് ആ പ്രിഫറൻസ് അനുസരിച്ചിട്ട് കൂടുതൽ ടൈം ഇനി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, അതുപോലെ തന്നെ നാളെ നിങ്ങൾ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.